ഹലോ ഫ്രണ്ട്സ്, AVS സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു. അതിൽ ജോഗ്രഫിയുടെ സെഷനാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ജോഗ്രഫിയുടെ 2017 പ്രിലിംസ് എക്സാമിന്റെ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 2015, 2016 അതുപോലെ തന്നെ 2014 ആ ടൈമിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അനാലിസിസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, പോയിട്ട് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സസ് കാണുക. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമന്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ പറയാറുണ്ട്, സിവിൽ സർവീസ് എക്സാമിന്റെ ഫുൾ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ KS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഫുൾ കോഴ്സ്, ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ കോഴ്സ് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് പഠിക്കാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആണ് ആവശ്യമെങ്കിൽ എക്കോണമി, എക്കോളജി, ജിയോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി എല്ലാത്തിന്റെയും സബ്ജക്ട് വൈസ് ക്ലാസ്സസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഫോർ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ്, അതുപോലെ തന്നെ ഡിഗ്രി സ്റ്റുഡൻസ്, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ കോഴ്സ്, അതായത് സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ. അപ്പൊ ഇത്രയും കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസും എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 2017 ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മെഡിറ്ററേനിയൻ സീ ഈസ് a border of which of the following countries? ഏത് കൺട്രീസുമായിട്ടാണ് മെഡിറ്ററേനിയൻ സീ എന്ത് ചെയ്യുന്നത്, ബോർഡർ അല്ലെങ്കിൽ ലാൻഡ് ബോർഡർ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്? നോക്കൂ, മെഡിറ്ററേനിയൻ സീ ഇപ്പോൾ ക്ലാസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഒരു അനാലിസിസ് സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മെഡിറ്ററേനിയൻ സീയും അതുപോലെ തന്നെ ഈ ഒരു ലെബനൻ, ഇസ്രയേൽ ആ ഭാഗങ്ങൾ, ഈജിപ്തിന്റെയും സിറിയ ഈ ഭാഗത്ത്, ബ്ലാക്ക് സീയുടെയും മെഡിറ്ററേനിയൻ സീന്റെ ഒക്കെ ഇടയിലായിട്ടുള്ള ഈ ഭാഗം എപ്പോഴും എന്താണ്, UPSCക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ചോദ്യം ചോദിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് മെഡിറ്ററേനിയൻ സീ തൊട്ട് ഈ ഭാഗത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ ഇസ്രയേലും അതുപോലെ തന്നെ പാലസ്തീൻ പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്നും ഈ ഭാഗം എന്താണ്, ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വർഷം എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ആ ഭാഗത്തെ ജോഗ്രഫി, അതുപോലെ തന്നെ ഏതൊക്കെ സീ വരുന്നുണ്ട്, ഏതൊക്കെ സ്ട്രെയിറ്റ്സ് വരുന്നുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. അതിപ്പോ നിങ്ങളിപ്പോ രാവിലെ പേപ്പർ വായിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് വരുമ്പോൾ പറഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ടാവും, അതൊന്ന് അറ്റ്ലീസ്റ്റിൽ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി വെക്കുക. എന്തായാലും ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ഏതൊക്കെ കൺട്രീസാ തന്നത്, ജോർദൻ, ഇറാഖ്, ലെബനൻ, സിറിയ, ഇത്രയും കൺട്രീസ് അല്ലേ തന്നത്. നോക്കിയേ, ലെബനൻ ഇല്ലേ, ഓക്കെ, സിറിയ, ഓക്കെ. സോ ലെബനനും സിറിയയും എന്താണ്, ഉണ്ട്. ലെബനനും സിറിയയും ഉണ്ട്, അതായത് 3ഉം 4ഉം എന്താണ്, ഉണ്ട്. ഓക്കെ, അപ്പൊ 3ഉം 4ഉം ഉള്ള സ്ഥിതിക്ക് 4 ഇല്ലാത്ത ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇനി ഒന്നാമത്തെ നോക്കിയേ, ഒന്നാമത്തെ ഏതാ തന്നത്, ജോർദൻ. ഓക്കെ, ജോർദൻ എന്താണ്, ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ജോർദൻ എന്താണ്, ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് മെഡിറ്ററേനിയൻ സീയുമായിട്ട് എന്ത് ചെയ്യില്ല, ബോർഡർ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഓർത്ത് വെക്കുക, ജോർദൻ എന്താണ്, ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണ്. ഇങ്ങനെ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയി ജോർദന് ഗൾഫ് ഓഫ് അക്കാബ വഴി റെഡ് സീയിലേക്ക് മാത്രമാണ് എന്ത്, ഒരു റൂട്ട് ഉള്ളത്. ഓക്കെ, റെഡ് സീയും ഇതേപോലെ എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണേ. ഓക്കെ, ഇറാഖും എന്ത് ചെയ്യുന്നില്ല, മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താലോ. ഒന്നാമത്തെ ഇല്ലെങ്കിൽ ഇതും എന്താണ്, ഒഴിവാക്കി ആൻസർ ഏതാണ്, 3 and 4 ഓൺലി. ഓക്കെ, ഇപ്പൊ മെഡിറ്ററേനിയൻ സീ എന്താണ്, എന്നും ചർച്ചയിൽ വരുന്ന ഭാഗമാണ്. എല്ലാവരും എന്ത് ചെയ്യുക, അടുത്തുള്ള ഏതൊക്കെയാണ് കൺട്രീസ് എന്ന് ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അത് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പോവാം.
അപ്പോൾ ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ 21 കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? മെഡിറ്ററേനിയൻ സീയുമായിട്ട് ലാൻഡ് ബോർഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? അൽബേനിയ ഉണ്ട്. ഓക്കെ, അൽബേനിയ, അതുപോലെ തന്നെ അൾജീരിയ, ഓക്കെ, ആഫ്രിക്കയുടെ അൾജീരിയ, ഓക്കെ, ട്യുണീഷ്യ ഉണ്ട്, ബോസ്നിയ, ലിബിയ, മൊറോക്കോ, ഇതൊക്കെ എന്താണ്? ഷെയർ ചെയ്യുന്ന കൺട്രീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്പെയിന്, അതുപോലെ തന്നെ സിറിയ, ഈ ഭാഗത്തായിട്ട് ഇറ്റലി, മൊറോക്കോ, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ എഡ്രിയാറ്റിക് സീ, ഈ ഭാഗത്ത് എഡ്രിയാറ്റിക് സീ ഓർത്ത് വെക്കുക. മാൾട്ട, ഓക്കെ, മാൾട്ട ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ കുറച്ച് മേഖലയുണ്ട്. ഓക്കെ, ഏജിയൻ സീ, ഗ്രീസിന്റെ ഭാഗം, ഈജിപ്ത്, സൂയിസ് കനാലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ ഓയിൽ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് സൂയിസ് കനാലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സിപ്രസ്, തുർക്കി, ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എന്താണ്? ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ സ്ട്രേറ്റുകൾ, ബോസ്ഫറസ് സ്ട്രേറ്റ്, സീ ഓഫ് മർമറ, ഇങ്ങനെ ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള കുറച്ച് സീ ഉണ്ട്. സീ ഓഫ് മർമറ, ഓക്കെ, ഡാർഡനല്ലിസ് സ്ട്രേറ്റ്സ്, ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ വർഷം 2025 എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഭാഗമൊക്കെ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക? എക്സാം എഴുതുക. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടല്ലേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയേ? ഇൻ ഇന്ത്യ ദ ഹിമാലയാസ് ആർ സ്പ്രെഡ് ഓവർ 5 സ്റ്റേറ്റ്സ് ഓൺലി. എന്താണ്? 5 സ്റ്റേറ്റിൽ മാത്രമായിട്ടാണ് ഹിമാലയാസ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. വെസ്റ്റേൺ ഗട്ട്സ് ആർ സ്പ്രെഡ് ഓവർ 5 സ്റ്റേറ്റ്സ് ഓൺലി. എന്താണ്? വെസ്റ്റേൺ ഗട്ട്സും 5 സ്റ്റേറ്റ്സ് മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ എന്താണ്? പുലിക്കറ്റ് ലേക്ക്, അതും എന്താണ്? 2 സ്റ്റേറ്റ്സിൽ മാത്രമായിട്ടാണ് എന്താണ്? സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഹിമാലയാസ് എത്രത്തോളം, ഓക്കെ, എവിടുന്ന് തുടങ്ങുന്നുണ്ട്? നോർത്ത്, ഓക്കെ, അത് തൊട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഇവിടെ ഈ ഒരു മ്യാൻമാറിന്റെ ഈ ഭാഗങ്ങൾ വരെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ ഹിമാലയാസ്. 13ഓളം സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. ഇവിടെ ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഒരു ഡിവിഷന് മുന്നേ ഉള്ളതായതുകൊണ്ടാണ് 12 എന്ന് കാണിച്ചത്. ഏതൊക്കെയുണ്ട്? ജമ്മു കാശ്മീർ, ലഡാക്ക്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, വെസ്റ്റ് ബംഗാൾ, ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, നാഗാലാൻഡ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്തൂടെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് എന്താണ്? 2 ചാൻസ് ആണ് എന്ത് ഉള്ളത്. ഇനി നോക്കിയേ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നത്? വെസ്റ്റേൺ ഗട്ട്സ് ആർ സ്പ്രെഡ് ഓവർ 5 സ്റ്റേറ്റ്സ് ഓൺലി. വെസ്റ്റേൺ ഗട്ട്സ് 5 സ്റ്റേറ്റ്സിൽ മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുക എന്നാ പറയുന്നത്. പക്ഷെ വെസ്റ്റേൺ ഗട്ട്സ് എത്ര സ്റ്റേറ്റ്സിലാണ് കിടക്കുന്നത്? 6 സ്റ്റേറ്റ്സിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ 5 സ്റ്റേറ്റ്സ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? ഇൻകറക്റ്റ് ആണ്. 6 സ്റ്റേറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാടു, ദെൻ എന്താണ്? കേരള. ഓക്കെ, എവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ഓക്കെ, കേരള, അതുപോലെ തന്നെ തമിഴ്നാടു. ഇത്രയുമായിട്ട് എന്താണ്? സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് വെസ്റ്റേൺ ഗാട്ട്സ്. ഓക്കെ, വെസ്റ്റേൺ ഗാട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ വന്ന സ്ഥിതിക്ക് വെസ്റ്റേൺ ഗാട്ട്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മേഖലയാണ്. ഓക്കെ, ഒരു തവണ ചോദിച്ചതാണ്, ഇനിയും എന്താണ്? ചോദിക്കാൻ സാധ്യതയുള്ള മേഖല തന്നെയാണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് സി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ നമ്മൾ ഏത് ഓപ്ഷനിൽ വന്ന് നിൽക്കുന്നു? 3 ഓൺലി. ഓക്കെ, 3 ഓൺലി. ഓക്കെ, പുലിക്കറ്റ് ലേക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്ന് നിൽക്കുന്നു. ഈ രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഏക ഒരു മാർഗം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മാക്സിമം ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, ഏതാണ്? ഹിമാലയ എത്ര സ്റ്റേറ്റ്സിലായിട്ടാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാട്ട്സ് എത്ര സ്റ്റേറ്റിലായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കും. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ sometimes mentioned in the news while forecasting Indian monsoon, which of the following statement is അല്ലെങ്കിൽ are correct? ഇനി ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. Indian ocean dipole phenomenon is characterized by a difference in sea surface temperature between the tropical western Indian Ocean and tropical eastern Pacific Ocean.
ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അല്ലേ പറയുന്നത്. അവിടെ ഈസ്റ്റേൺ പസഫിക്കിന്റെ കാര്യം വേണോ? ഈസ്റ്റേൺ പസഫിക്കിനെ എടുക്കണോ നമ്മള്? അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വലി ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ 1 ഓൺലി അല്ലെങ്കിൽ 1 ഉള്ള ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? An Indian Ocean dipole phenomena can influence an El Nino's impact on monsoon. എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, സോ ഏതാണ്? 2 ഓൺലി ആണ്. ഓക്കെ, 2 ഓൺലി ആണ് ആൻസർ. നോക്കൂ, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോള്, എൽനിനോ, ലാനിന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡയനാമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്ത്യൻ മൺസൂൺ പഠിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്ലൈമറ്റ് പഠിക്കും. ഓക്കെ, ജോഗ്രഫി ഇപ്പം നമുക്ക് മുഴുവൻ എടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇത്, ഇന്ത്യൻ ക്ലൈമറ്റ്. ഇന്ത്യൻ ക്ലൈമറ്റ് തന്നെ നമ്മുടെ മൺസൂണിലേക്ക്, ഓക്കെ, ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മൺസൂൺ ക്ലൈമറ്റ് ആണ് അല്ലെ. നമ്മുടെ മൺസൂൺ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള പോർഷൻസ് ആണ് എന്ത്? ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും എൽനിനോയും ലാനിനോയും ഒക്കെ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് അറിയണം. കാരണം ന്യൂസിൽ അധികവും വരും ഇത്. ഓക്കെ, ലാനിന എങ്ങനെയാ നമ്മുടെ മൺസൂണിനെ എഫക്ട് ചെയ്യുന്നത്? മഴ കൂടാനുള്ള സാധ്യതയുണ്ടോ? എൽനിനോ എഫക്റ്റ് ഉണ്ടോ? അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖലയും എന്താണ്? ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മേഖലയാണ് മൺസൂണും ഇന്ത്യയുടെ ക്ലൈമറ്റും ഒക്കെ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സീ സർഫസിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസസ് ഉണ്ട്. അതായത് 2 പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഈസ്റ്റേൺ പോളും ഉണ്ടാവും, ഓക്കെ, ഒരു ഈസ്റ്റേൺ പോളും ഉണ്ടാവും, ഒരു വെസ്റ്റേൺ പോളും ഉണ്ടാവും. ഓക്കെ, ഈസ്റ്റേൺ പോളും ഉണ്ടാവും, ഒരു വെസ്റ്റേൺ പോളും ഉണ്ടാവും. ടെമ്പറേച്ചർ ഡിഫറൻസസ് കൊണ്ടാണെങ്കിൽ ഒന്ന് ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിലും മറ്റേത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിലും ആണ് എന്ത് ഉണ്ടാവുക. ഓക്കെ, ഈ അയോടെയാണ് എന്ത് ഇന്ത്യൻ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ എന്താണ് എഫക്ട് ചെയ്യുന്നത്? അതായത് ഇന്ത്യൻ ഓഷ്യൻ ബേസിലുള്ള ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ ക്ലൈമറ്റിനെ എന്ത് ചെയ്യും? ഇത് എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എവിടെയാ ഉള്ളത്? ആക്ച്വലി ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എവിടെയാ ഉള്ളത്? നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ വാട്ടേഴ്സിൽ, ഇന്ത്യയുടെ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യന്റെ ട്രോപ്പിക്കൽ വാട്ടേഴ്സിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കാണാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is geographically closest to Great Nicobar? ഗ്രേറ്റ് നിക്കോബാറുമായിട്ട് ജോഗ്രഫിക്കലി ക്ലോസ് ആയി കിടക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാ ഓപ്ഷൻ തന്നെ? സുമാത്ര, ബോർണിയോ, ജാവ, ശ്രീലങ്ക. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് പോലെയുള്ളിടത്തുനിന്ന് എപ്പോഴും എന്താണ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കണം? കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡമാനും അതുപോലെ തന്നെ നിക്കോബാറും. ഓക്കെ, അതിൽ ആൻഡമാൻ ഐലൻഡ്സിനകത്തുള്ളത് ഏതൊക്കെയാണ്? സാഡിൽ പീക്ക് ഉണ്ട്, നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ. ഓക്കെ, മിഡിൽ ആൻഡമാൻ, അതുപോലെ തന്നെ ഏതാണ്? സെന്റിനൽ ഐലൻഡ് ഉണ്ട്, ലിറ്റിൽ ആൻഡമാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർ നിക്കോബാറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാർ നിക്കോബാർ ഉണ്ട്. ഓക്കെ, നോക്കൂ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ. ഓക്കെ, 3 ആയിട്ടുണ്ട് അല്ലെ. ഈ ഗ്രേറ്റ് നിക്കോബാർ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതിലാന്നല്ലേ ചോദിക്കുന്നത്? നോക്കൂ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിന്റെ അടുത്ത് നിൽക്കുന്നതാണ് ഏത്? ഈ ഒരു സുമാത്ര ദ്വീപ്. ഓക്കെ, സുമാത്ര ഐലൻഡ്. ഓക്കെ, സോ ആൻസർ ഏതാണ്? സുമാത്ര ആണ്. അപ്പൊ ഒറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ, ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? പഠിക്കുന്ന സമയത്ത് അറ്റ്ലസ് വെച്ച് തന്നെ എന്ത് ചെയ്യുക? ജോഗ്രഫിയുടെ സ്ഥലങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കിയേ. വിത്ത് റെഫറൻസ് ടു റിവർ ടീസ്റ്റ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇതും റിപ്പീറ്റഡ് അല്ലേ ശരിക്കും? സത്യം പറഞ്ഞ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഒരേ ഭാഗത്തല്ലേ ചോദിച്ചത്? ബ്രഹ്മപുത്രയും അതിന്റെ ട്രിബ്യൂട്ടറീസും. ഓക്കെ, ബ്രഹ്മപുത്രയും അതിന്റെ ട്രിബ്യൂട്ടറീസും നമ്മൾ തന്നെ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ഓക്കെ, ടീസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആണ് അല്ലെ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാരണം നമ്മൾ ഓൾറെഡി 2-3 സെഷൻസ് നമ്മൾ ഇരുന്നല്ലേ. നോക്കൂ, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. The source of river Teesta is same as that of Brahmaputra, but it flows through Sikkim. Okay, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. River Rangit originates in Sikkim and is a tributary of river Teesta. മൂന്നാമത്തേതോ?
റിവർ ടീസ്റ്റ ഫ്ലോസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ ഓൺ ദ ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ് അല്ലേ തന്നത്? ടീസ്റ്റ റിവറുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. ടീസ്റ്റ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, ടീസ്റ്റ ഏതാണ്? ബ്രഹ്മപുത്രയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. പക്ഷെ അതിന്റെ ഒറിജിൻ എവിടെയാണ്? ബ്രഹ്മപുത്രയിൽ തന്നെയാണോ അതിന്റെ ഒറിജിൻ? അല്ല അല്ലെ. ബ്രഹ്മപുത്ര എവിടെയാണ്? കൈലാഷ് റേഞ്ചസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു ടീസ്റ്റ എന്ന് പറയുന്നത് ഏതാണ്? പഹുൻറി ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഗ്ലേഷ്യർ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബ്രഹ്മപുത്രയോ? ആങ്സി ഗ്ലേഷ്യർ അല്ലെങ്കിൽ മൗണ്ട് കൈലാഷ് എന്നാണ് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. റിവർ ടീസ്റ്റ ഫ്ലോസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ ഓൺ ദ ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ, ഇന്ത്യയിൽ എന്താണ്? ബേ ഓഫ് ബംഗാളിലേക്ക്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ കൂടിയാണ് എന്ത്? ബേ ഓഫ് ബംഗാളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈ ഒരു ടീസ്റ്റ എന്ന് പറയുന്ന റിവർ ഒറിജിനേറ്റ് ചെയ്ത് ബേ ഓഫ് ബംഗാളിൽ എത്തുന്നതിന്റെ മുന്നേ ഓക്കെ ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാളിൽ കൂടെയും സിക്കിമിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. അതായത് ഇന്ത്യയുടെയും ഏതാണ് ബംഗ്ലാദേശിന്റെ ബോർഡറിൽ കൂടെ മാത്രമല്ല, സിക്കിമിൽ ഒറിജിനേറ്റ് ചെയ്ത് വെസ്റ്റ് ബംഗാളിൽ എത്തി എന്നിട്ടാണ് എന്ത് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെ ബോർഡറിൽ കൂടെ മാത്രം ഒഴുകുന്ന നദിയല്ല എന്ത്? റിവർ ടീസ്റ്റ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്തൂടെ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് എന്തെത്തി? 2 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തിയില്ലേ? 2 മാത്രമല്ലേ ശരി? 1ഉം 2ഉം തെറ്റാണെങ്കിൽ 1ഉം 3ഉം തെറ്റാണെങ്കിൽ 2 മാത്രമായിരിക്കും എന്ത്? ശരി. ഇനി നോക്കിയേ, ഈ രംഗീത് എന്ന് പറയുന്നത് എന്താണ്? അതും സിക്കിമിലാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. സിക്കിമിലെ ലാർജസ്റ്റ് റിവർ ആണ് എന്ത്? രംഗീത് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജസ്റ്റ് റിവർ ആണ് സിക്കിമിലുള്ള. ഓക്കെ, അതെന്താണ്? റിവർ ടീസ്റ്റയുടെ ഒരു ട്രിബ്യൂട്ടറിയുമാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ബ്രഹ്മപുത്ര അതിന്റെ ട്രിബ്യൂട്ടറീസ് ഓർത്ത് വെക്കണം. ഓക്കെ, ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ്? ഒന്ന് നോക്കി നോക്കിയേ. ലെഫ്റ്റിൽ നിന്ന് വരുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ലെഫ്റ്റിൽ നിന്ന് വരുന്ന ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ദിബാങ് പറഞ്ഞൂടെ? ദിബാങ്, അതുപോലെ തന്നെ ലോയിത്ത് റിവർ. ഓക്കെ, ലോയിത്ത്, ധൻസിരി റിവർ, ദെൻ ഏതാണ്? കൊലോങ് റിവർ. ഇത്രയും റിവർ എന്താണ്? ബ്രഹ്മപുത്രയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിലേക്ക് വരികയാണെങ്കിലോ? കമെങ്, മാനസ്, ബേക്കി റിവർ, അതുപോലെ തന്നെ റൈഡക് റിവർ, ടീസ്ത, സുബൻസിരി, ഇതൊക്കെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. If you travel by road from Koyma to Kottayam, what is the minimum number? Okay, what is the minimum number of states within India through which you can travel, including the origin and the destination? Okay, origin and destination കൂട്ടിയിട്ടാണ് എത്ര സ്റ്റേറ്റ് കവർ ചെയ്യേണ്ടി വരും? ഓക്കെ, കൊയ്മയെന്ന് കോട്ടയത്തേക്ക്. കോട്ടയം കേരളത്തിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, കൊയ്മയെന്ന് ഈ ഒരു കേരളത്തിലേക്ക് എത്തുന്നപ്പോഴേക്ക് എത്ര എന്താണ് സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും? കൊയ്മ എന്ന് പറയുന്നത് നാഗാലാൻഡിന്റെ എന്താണ്? ക്യാപിറ്റൽ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. സോ നാഗാലാൻഡിൽ നിന്ന് ഒരാൾ വരുവാണെങ്കിൽ ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്ര, എന്നിട്ട് തമിഴ്നാട് കൂടെയോ എന്താണ് കേരളത്തിലേക്ക് എത്താം അല്ലെ? കേരളത്തിലോട്ട് എത്തുന്നു. ഓക്കെ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിന് കർണാടകയിൽ കൂടെ കേരളത്തിലേക്ക് എത്താം. അപ്പൊ മിനിമം നമ്പർ എന്താണ്? 7 എന്തായാലും മിനിമം ഉണ്ട്. ഓക്കെ, സോ 7 മിനിമം ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോ 7 എണ്ണം ഇല്ലേ? ഏതൊക്കെയുണ്ട്? നാഗാലാൻഡ്, ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പിന്നെ തമിഴ്നാട് കൂട്ടാം, ദെൻ കേരള അല്ലെ? അല്ലെങ്കിൽ തമിഴ്നാടിന് പകരം കർണാടക കൂട്ടിയ ദെൻ കേരള. എന്തായാലും 7 എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഫ്രം ദ ഇക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താ പറയുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് assumes എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് assumes importance in being a good link between Eastern Ghats and
വെസ്റ്റേൺ ഗട്ട്സ്. ഈസ്റ്റേൺ ഗട്ട്സിന്റെയും വെസ്റ്റേൺ ഗട്ട്സിന്റെയും ലിങ്ക് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ഏതാണ് ഈ ഒരു റിസർവ് തന്നത്? ഏതൊക്കെയാ തന്നത്? സത്യമംഗലം തന്നിട്ടുണ്ട്, നല്ലമല ഫോറസ്റ്റ് തന്നിട്ടുണ്ട്, നാഗർഹോൾ നാഷണൽ പാർക്ക് തന്നിട്ടുണ്ട്, പിന്നെ ഇതാണ് സേഷലം ബയോസ്ഫിയർ റിസർവും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആൻസർ വരിക സത്യമംഗലം ടൈഗർ റിസർവ് ആണ് കേട്ടോ. സത്യമംഗലം ടൈഗർ റിസർവ്. ടൈഗർ റിസർവ്സും ടൈഗർ റിസർവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം പോവാ. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഏതാണ് ടൈഗർ റിസർവ്? അതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗം ബയോസ്ഫിയർ, നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗങ്ങള്, ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, നോക്കിയിട്ട് മാത്രം പോവുക. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അതും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. At one of the place in India, if you stand on the seashore and watch the sea, you will find that seawater recedes from the shoreline a few kilometers and come back to the shore twice a day. And you can actually walk on the seafloor when the water recedes. This unique phenomenon is seen at എന്താ പറയുന്നത്, നമുക്ക് കടലിൽ കൂടെ ആക്ച്വലി നടന്നു പോകാൻ പറ്റും അല്ലെ. എന്താണ്, കടല് വലിയും. ഒരു ദിവസത്തിൽ 2 തവണ. ചെറിയൊരു വോയിസിൽ ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും അല്ലെ, ചെറിയൊരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. ഓക്കെ, നോക്കൂ, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കിയേ. ആ ഒരു സീഷോർ കൂടെ നമുക്ക് നടന്ന് മുന്നോട്ട് പോവുകയും തിരിച്ചു വരാനും പറ്റും. അതേസമയം കുറച്ചു കഴിഞ്ഞ് അതെന്ത് ചെയ്യും, കടൽ അങ്ങോട്ടേക്ക് തന്നെ വരികയും ചെയ്യും. ഈ ഒരു ഫെനോമിന നമ്മൾ എവിടെയാണ്, ഏത് ബീച്ചിലാണ് കാണുന്നതെന്നാണ് എന്ത് ചോദിക്കുന്നത്. ഏത് ബീച്ചിലാണ് കാണുന്നത്? ഇത് ചണ്ഡീപൂർ എന്ന് പറയുന്ന ഒഡീഷയിലുള്ള ഒരു ബീച്ചിലാണ് ഈ ഒരു ഫെനോമിന എന്ത് ചെയ്യുന്നത് ഉള്ളത്. ആ സമയത്ത് ന്യൂസിൽ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത് UPSC ചോദിച്ചത്. അവിടെ നിന്ന് ഒരു ടെസ്റ്റ് റേഞ്ച് മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ടായിരിക്കാം. അപ്പൊ എവിടെയാണ്? ചണ്ഡീപൂർ, ഒഡീഷയിലുള്ള ചണ്ഡീപൂരിലാണ് ഈ ഒരു സീഷോർ ഉള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2017 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ജോഗ്രഫിയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണെങ്കിൽ അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും കുറച്ച് സ്കീമുകളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്യുവർ ജോഗ്രഫിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളാണ് 2017 എന്ത് ചെയ്തത് വന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ എന്ത് ചെയ്യുക, ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യും, തുടങ്ങും. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് സെഷൻ 2017 ആയിരുന്നു. നമുക്കിനി 2019 എടുക്കാനുള്ളത്. 2019, 20, 21, 22 അങ്ങനെ നമുക്ക് എടുത്തിട്ട് പോകണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2019 ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ഫുൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ എന്ത് ചെയ്യാം, കോച്ചിങ് എടുക്കാം. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. ലൈവായിട്ട് ക്ലാസ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം, റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സസ് കേൾക്കാനും പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. അടുത്തത് 2019 ജോഗ്രഫിയുടെ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.